അല്ല കൈസ് എല്ലാവർക്കും ദോസ്കാരിച്ചിട്ട് പുതിയ വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ വർക്ക്ഷോപ്പിലാണ്. ഏതാനും 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് പോകും. അതായത് നമ്മുടെ അടുത്ത പരിപാടിയുടെ കഥയും അതുപോലെ തന്നെ ക്യാമറമാനും പിന്നെ DOPയും പിന്നെ അതേപോലെ തന്നെ എഡിറ്ററും പിന്നെ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഏകദേശമായി. ഡേറ്റ് ഏകദേശം ഫിക്സ് ആയി. അതായത് അടുത്ത മാസം 1-2 നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ വിചാരിക്കണം ഗൈസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ അതിന്റെ പുറകെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. കാരണം കഥ എഴുത്ത്, പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഡയറക്ടർ, പിന്നെ പ്രൊഡ്യൂസർ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പ്രൊഡ്യൂസർ ഞങ്ങൾ തന്നെ കേട്ടോ, അല്ലേ ഗൈസ്? നോക്കൂ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. അതായത് ഇതാണ് ശരിക്കും ക്യാമ്പർ എന്ന് പറയുന്ന സാധനം കേട്ടോ. അതായത് ഇതിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അങ്ങോട്ട് പോയത് കുക്കിംഗ് അല്ല, ഹുക്ക്. നമുക്ക് ഏതാണ് ഡെസ്റ്റിനേഷൻ, ഇതിപ്പോ നജീബിക്കർ ഇവിടെ പണിക്ക് വന്നിരിക്കുന്ന സാധനം കേട്ടോ. ഇതൊരു ക്യാമ്പറാണ്. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു 4x4 അല്ലെങ്കിൽ ഒരു ജീപ്പ് പോലത്തെ വാഹനമോ അല്ലെങ്കിൽ ഒരു ഫോർച്യൂണർ, ലാൻഡ് ക്രൂസർ പോലത്തെ സാധനത്തിന്റെ ബേക്കിൽ ഇത് ഹുക്ക് ചെയ്യും. എന്നിട്ട് ഇതിനെ നമുക്കൊരു ഡെസ്റ്റിനേഷനിലേക്ക് വലിച്ചുകൊണ്ട് പോകാം. ഇത് പുറം രാജ്യങ്ങൾ വളരെ സുലഭമായിട്ടുള്ള സാധനമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത് വളരെ മിനിമലും ഭയങ്കര കുറവാട്ടോ. ഞാനിപ്പം കണ്ടതിൽ ഒരെണ്ണം പഞ്ചാബിൽ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരെണ്ണം ഞാൻ ഈ കൊച്ചിയിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം ബിജു സാറിൻ്റെ അടുത്ത്, അതായത് ഹോജസിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഇതിന് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ടാക്സ് അങ്ങനെയുള്ള സാധനങ്ങളും കാര്യങ്ങളൊന്നും അടയ്ക്കണ്ട. നമ്മുടെ മോട്ടോർ ഹോമാണ്. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ക്യാമ്പർമാൻ എന്നും പറഞ്ഞാണ് RC കിട്ടുക. അപ്പൊ നമ്മുടെ ഈ ഒരു മോട്ടോർ ഹോമിന് സത്യം പറഞ്ഞാൽ ടാക്സ് അടയ്ക്കണം 3 മാസം. അത് സഞ്ചരിക്കുന്നതാണല്ലോ, ഇതെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് വെക്കുന്നതാണല്ലോ. അതായത് അങ്ങനെയാണ് ഈ സെറ്റപ്പ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹുക്ക് ചെയ്തുകൊണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മിനിമൽ സെറ്റപ്പ്, ഒരു റൂം, ഒരു ബാത്റൂം, അങ്ങനെയുള്ള സംവിധാനം ഇതുണ്ടോ. ഇത് വളരെ ചെറുതാട്ടോ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നില്ല, ഒരു സ്വിഫ്റ്റ് കാർ അല്ലടാ, സ്വിഫ്റ്റ് കാറിന് അത്ര ഉണ്ട്, സ്വിഫ്റ്റ് കാറിന് അത്ര ഉള്ളു. പക്ഷെ വലിപ്പമുണ്ടോ ഇത് ബേക്കോട്ട് നോക്കിയാൽ ഇവിടെയൊക്കെ ഒരു പ്രത്യേക ലുക്കാട്ടോ. ഇതുണ്ടോ ലുക്കല്ലേ. ഞാനിത് പിന്നെ വഴിക്ക് കിടക്കുന്നുണ്ട്. പക്ഷെ നജീബിക്കാർ ഇവിടെ പണിക്ക് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനൊരു എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുവേണ്ടി വന്നതേ വണ്ടി. എന്തൊക്കെയോ പരിപാടി ഉണ്ട്. ഇതെനിക്ക് അലോവിയിലൊക്കെ നോക്കണം. നല്ല കിടക്കാച്ച. ഇത് ഏതിന്റെ ആയിരിക്കും അലോവിയില്? ഏതോ കാറിന്റെ എന്തോ എങ്ങാണ്ടത് അല്ലേ? ഇതിന്റെ ഉള്ളിലേക്ക് വരാനായിരുന്നു. ഇതൊരു ബാത്റൂമാണ്. അഖിലിനോട് ചോദിച്ചോ, അഖിലേ ഇതിന്റെ താക്കോല് തരുവാടാ, ഇതിന്റെ താക്കോല് തരുവോ ബാത്റൂമിന്റെ? ആടാ ഗൈസ്, അവിടെ ഒരു പുതിയ ട്രാവലർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ട്രാവലറിന്റെ പരിപാടിയൊക്കെയാണ് അഖിലെ. അപ്പോൾ ഇതിന്റെ എല്ലാ താക്കോലും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ ഞാൻ അവനോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി താക്കോല് തരുമോ, തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു തന്ന കാര്യം, നമ്മുടെ വാഹനം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇതിന് ടാക്സ് വേണ്ട. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് കൊണ്ട് വലിച്ചിട്ടിട്ട് അത് വണ്ടിയെ തന്നെ വെക്കണ്ട. ഇതിനങ്ങനെ വെക്കാനുള്ള ഒരു സംവിധാനമില്ല. പക്ഷെ പുറം രാജ്യങ്ങളെ ഇതില് ഒരു സ്ഥലത്ത് കൊണ്ട് ഇങ്ങനെ വെക്കാനുള്ള സംവിധാനം. പിന്നെ പുറം രാജ്യം കുറെ അധികം ഇത് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം തന്നെ ഉണ്ട്, നമുക്ക് ഇവിടെ ഇല്ലത്. ഇതിനൊരു വണ്ടി ഇതുണ്ടോ, അതേപോലത്തെ ഒരു ഹുക്കാ. ഈ ഒരു ഹുക്കിന്റെ അകത്താണ് വണ്ടി നിർത്തണ്ട കേട്ടോ. തരുവോ? വേണ്ടേ? ഇന്ന് തുറന്നതാ. മിസ്റ്റർ അഖിൽ, ആ കാണുന്നത് നമ്മൾ ഇവിടെ പണിത് പോകുന്ന ഒരു ട്രാവലറാണ്. ഫുൾ വർക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ വീഡിയോ കാണിച്ചില്ല, നൈറ്റ്. ഞാനിപ്പോൾ കാണിച്ചു കേട്ടോ. അപ്പോൾ വർക്ക് കഴിഞ്ഞ് അത് ഇവിടുന്ന് പോവുകയാണ്. അതിന്റെ സംഭവം അതിനാ ക്ലീൻ ചെയ്യണ്ടേ. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? കാക്ക ഇവിടെ ഇല്ല കേട്ടോ. കാക്ക എവിടെ പോയത്? കാക്ക എവിടെ പോയടാ? തുറക്കല്ല, ഞാൻ പറഞ്ഞില്ലേ. ഇത് ബാത്റൂം ആട്ടോ. ഇത് ബാത്റൂമാ, ഇത് റൂം. ഇത് ശ്രദ്ധിച്ചോ, ഇതിന്റെ അകത്തൂടെയാണ് പവർ എടുക്കുന്നത്. ഇതാണ് 12 വാൾട്ട് പവർ ഇതിന്റെ അകത്തൂടെ കയറി പോവാ. എല്ലാ ബാറ്ററി എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിലുണ്ടാവും അല്ലേ? ഇത് കണ്ടോ, ഇതൊരു അസാമാന്യ സാധനം കേട്ടോ. വീട് പോലെ സാധനം. ഇതിനകത്ത് ജനറേറ്റർ ഉണ്ട്. പിന്നെ ജനറേറ്റർ അല്ലേ, പുറത്തുനിന്ന് ഇതെടുക്കാൻ തോന്നില്ലടാ. സിംഗിൾ ഫേസ്. ഇത് മൊത്തം പണിയുള്ള അത് മൊത്തം പൊളിക്കാനുള്ളതെന്ന് പറഞ്ഞു. സൈഡിൽ നിന്ന് പൊളിക്കും. ഓ, ഇത് എവിടെ ഇലക്ട്രിസിറ്റി? ഇത് AC ഉണ്ടോ ഇതിന്റെ അകത്ത്? പിന്നെ എന്തിന്റെയാ? AC-ടാ. AC ഉണ്ടായിരുന്നു, ഊരി മാറ്റിയതാ. AC-ടെ ഞാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതെന്തോ മേക്കപ്പ് സെറ്റപ്പ് അങ്ങനത്തെ വണ്ടിയാട്ടോ. അല്ലേ? ഏതോ ഷൂട്ടിംഗ് പർപ്പസ് സഞ്ചരിക്കുന്ന മേക്കപ്പ് ഒക്കെ ഇടൂലേ ആൾക്കാര്, അങ്ങനത്തെ സംഭവം. അവര് വീട്ടിന്റെ മുന്നില് ചെന്ന് കൊടുത്തിട്ട് അവിടുന്ന് മേക്കപ്പ് ചെയ്തിട്ട് അല്ലേ? അങ്ങനെ അതിനപ്പുറം
അതിനപ്പുറം ബാത്റൂം അതുപോലെ സംഭവം ഇത് മൊത്തം ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലർ ആണോ? ആ കൈസ് ഇനി ഇതിന്റെ ഇറങ്ങട്ടോ, ആവേശത്തിന് കയറുന്നത് ഞാനേ. നമ്മുടെ വണ്ടി ഈ വണ്ടി തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ വേണ്ടി കയറുന്നുണ്ടോ. അപ്പം ഇതാണ് മോട്ടോർ ഹോം അല്ല കാരവാൻ. ഇതാണ് കാരവാൻ, അങ്ങനെയാണ് പുറത്തുള്ളവർ പറഞ്ഞാൽ കേട്ടുള്ളത്. നമ്മുടെ മോട്ടോർ ഹോം ഇവിടെയൊക്കെ ഭാരത് ബെൻസിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബസ്സിന്റെ പരിപാടി അപ്പൊ അത് വെള്ളയിലോട്ട് മാറ്റി കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ പറഞ്ഞ ട്രാവലർ, അതിന്റെ ഫ്രണ്ട് കാണിച്ചു കേട്ടോ. തീർച്ചയായും ഇക്ക എന്നോട് പറഞ്ഞു അത് കയറ്റുന്നത്. പക്ഷെ ഇതാണ് ഇക്ക പുതിയതായിട്ട് ഇറക്കുന്ന ചെടിച്ചട്ടി കളറടിച്ചിറക്കിയേക്കോ. കളറടിച്ചിറക്കിയേക്കുന്ന കേട്ടോ. അതായത് ഇത് കണ്ടോ, ഇതിന്റെ ഫ്രണ്ടിലെ പണികള് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ പെയിന്റിങ് അതുപോലെ സംഭവങ്ങൾ നടന്ന്. ഇത് ഫുള്ള് കവർ ചെയ്തടാ ഫ്രണ്ടിൽ, ഇവനെ ഫുള്ള് കവർ ചെയ്തു. ഇവിടെ യെസ്, ഇവിടെ എല്ലാം പെയിന്റ് അടിക്കാൻ കവർ ചെയ്തു. ഇവിടെ ഒരു ഫോർച്യൂണറിന്റെ മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിന്റെ പെയിന്റ് ബ്ലാക്ക് ആയിരുന്നു. അതിന്റെ കസ്റ്റമർ വന്നിട്ട് സിൽവർ ആക്കാൻ പറഞ്ഞ് അവർ മാറ്റിക്കൊണ്ടിരിക്കുക. യെസ് കമാൺ ഗൈസ്, നോക്കൂ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. അടുത്ത മാസം, അതായത് ഈ മാസം എന്ന് പറഞ്ഞ ഡേറ്റ് ഇല്ലല്ലോ, അപ്പോൾ അടുത്ത 1-2 നമ്മുടെ ഷൂട്ടിങ് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കഥയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. സാധാരണ എഴുത്തല്ലേ, ഇപ്പൊ എല്ലാം ലാപ്ടോപ്പിലായിട്ട്. ഇവിടെ ഒരു വോൾവോ പണിയുന്നുണ്ട് കേട്ടോ. വോൾവോയ്ക്ക് ലൈറ്റ് വെപ്പോ എന്തോ പരിപാടിയാണ്, എന്നാന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ലോക്ക് ശരിയാക്കലോ അങ്ങനത്തെ പരിപാടിയൊക്കെ. ഇതന്നെ ലൈറ്റ് മാറ്റുവാണോ, എന്നാ പറ്റിയ? ഇപ്പൊ മെയിനിലത് കയറ്റുവാ. ഓ കറക്റ്റ് സൈസല്ലേ കാണിച്ചേ. ഇത് ഭയങ്കര സക്സസ് ലൈറ്റ് കേട്ടോ, ഭയങ്കര പവറായി സാധനത്തിന്. ഞങ്ങളുടെ വണ്ടിയിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ എല്ലാം പോയി കേട്ടോ. ഇത് കണ്ടോ, ഇതിവിടെ ഒറിജിനൽ കമ്പനി ലൈറ്റ് അല്ലേ, വോൾവോയുടെ. ഗൈസ് നോക്കൂ, അതായത് ഹെഡ് ലാമ്പ് മാറ്റി വിടും, എല്ലാം മാറ്റുവാണ് കേട്ടോ. ബ്രൈറ്റ് ഡിമ്മിനില്ല. ഗൈസ് ഇത് മൾട്ടി ആക്സൽ കേട്ടോ. ആ മൾട്ടി ആക്സലിന്റെ പരിപാടിയാണ് അവിടെ അല്ലേ. ഗൈസ് നോക്കൂ, ഇവിടെ ഒരു പ്രൈമ പണിയുന്നുണ്ട്. ഇനി നമ്മുടെ കഥ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഏതാണ്ട് 16 ഇതുണ്ടെന്നാണ് പറഞ്ഞത്. 16 സ്ക്രിപ്റ്റോ അല്ലല്ല, എന്നാ 16 ഷോട്ടോ അല്ലേ. ഗൈസ് നോക്കി, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ പരിപാടി. ചേട്ടനാണ് ഞങ്ങളുടെ കഥ എഴുതുന്നത്. ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്താം. ചേട്ടൻ്റെ പേര് പറയട്ടാ. വൈഷ്ണവ് എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ്റെ വീട് കൊല്ലമാണ് അല്ലേ, കൊല്ലം അല്ലേ? കൊല്ലം കൊട്ടാര എവിടെ? കുണ്ട്ര. ഗൈസ് നോക്കൂ, കൊല്ലം കുണ്ട്രയാണ് ചേട്ടൻ്റെ വീട്. 42 32 പടത്തിൽ വർക്ക് ചെയ്താണ്. അവസാനം പിന്നെ മലയക്കോട്ട് വാലിബൻ അല്ലേ? അതിന് മുമ്പേ മലയക്കോട്ട് വാലിബനായിരുന്നു രാജസ്ഥാനില്. ഗൈസ് നോക്കി, പുള്ളി കുറെ പടങ്ങളിൽ വർക്ക് ചെയ്താണ്. ഇപ്പൊ നമ്മുടെ കഥകളും കാര്യങ്ങളും പുള്ളി ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുക. അതായത് ആദ്യം ഈ കാണുന്ന പേപ്പറിലാണ് സംഭവങ്ങളൊക്കെ എഴുതിയതും പരിപാടികളൊക്കെ. അല്ല സോറി, അത് ശരിയാണല്ലോ, അല്ല വായിക്കാൻ പറ്റുമല്ലോ. അതായത് എന്റെ പുള്ളി ഇത് എഴുതിയത് ഇപ്പൊ ലാപ്പിലേക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിനിപ്പം നമ്മൾ ഇവിടുന്ന് പ്രിന്റ് എടുക്കും. പ്രിന്റ് എടുത്തിട്ടാണ് ബാക്കി ഡിസ്കസ്. അതായത് ഫുക്രുവിന്റെ കൂട്ടുകാരനാണ്. ഫുക്രുവാണ് നമ്മുടെ ഡയറക്ടർ. അപ്പോൾ ഫുക്രുവും പിന്നെ നമ്മളും അങ്ങനെ നമ്മുടെ കുറച്ച് ഗ്യാങ്ങിലുള്ള സെറ്റപ്പ് ഇവരെല്ലാം കൂടിയാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പം ഏകദേശം ഇനിയിപ്പം നമുക്ക് എല്ലാം ആയി. ഇനിയിപ്പം 1-ാം തീയതി 2-ാം തീയതിയോടുകൂടി 1-2 പ്രീ സ്റ്റാർട്ട് ചെയ്യും. ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ചെയ്യും. 2-ാം തീയതി ഷൂട്ട്. യെസ്, 1 ദിവസത്തെ ഷൂട്ട്. ഇപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ധൃതി പിടിച്ച് ഓടി വന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വേണം. അടുത്ത മാസം കേസുണ്ട്, കേസിന് ഹാജരാണ്. ഈ മാസം കേസ് ഉണ്ടായിരുന്നു ആദ്യം, അതിന് ഹാജരായി. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികൾ ഒന്ന് പോയിട്ട് ഒന്ന് വരുക. അന്നത്തെ ചേട്ടന്മാര് പ്രീ പ്രൊഡക്ഷന്റെ കാര്യങ്ങളെല്ലാം ചേട്ടന്മാർ ചെയ്ത് വെക്കും അല്ലേ. ചേട്ടന്മാർ ഓരോരോ പരിപാടികൾ ചെയ്യുവാണ്. അതിലേനി ചെയ്തതിന് ശേഷമാണ് ബാക്കി സംഭവങ്ങൾ. ചേട്ടൻ നമ്മൾ ഓരോ ഡിസ്റ്റർബ് ചെയ്യുന്നത് ചേട്ടൻ എഴുതിക്കോട്ടെ. ഞങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞങ്ങൾ രാത്രി ഉറങ്ങിയിട്ടില്ല. രാത്രിയിലൊക്കെ ഞങ്ങൾ ഇതിന്റെ പുറകെയാണ്. നിങ്ങളോട് ഒരു കാര്യം പറയാൻ പറഞ്ഞത്, എൻ്റെ ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇതുണ്ടോ, ഈ ഗ്ലാസ് മൊത്തം പൊട്ടിപ്പോയിട്ട് അത് കണ്ടോ, ചിന്നിച്ചതറിയിരിക്കുന്നുണ്ടോ. ഓ ഇതുണ്ടോ, ഈ ഗ്ലാസ് മാറ്റണം കേട്ടോ. ഈ ഗ്ലാസ് മാറ്റിയാലേ ഇനി അത് നിൽക്കുകയുള്ളൂ. അപ്പം അത് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടി, ട്രാവലിനൊക്കെ പരിപാടിയുണ്ട്. ആദ്യം ഞങ്ങൾ പിന്നെ ബെൻസ് ചിലപ്പോൾ ഇന്നോ നാളെയോ കിട്ടുമായിരിക്കും. ബെൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബെൻസും കൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ആ ബെൻസും കൊണ്ട് പോയിട്ട് ഞങ്ങൾ സഫാരി എടുത്തിട്ടുണ്ട് അല്ലേ. ഗൈസ് നോക്കൂ, ഇപ്പോൾ ഒരു ചെറിയ വിഷയമുണ്ട്. അതായത് നമ്മളിപ്പോൾ പേര് മാറ്റാൻ RT ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗൈസ് നോക്കൂ, നമ്മൾ പേര് മാറ്റാൻ വേണ്ടി RT ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം വളരെ ലേറ്റ് ആയിട്ടാണ് ബുക്കും പേപ്പറും അടിച്ച് കൈ കിട്ടുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പിന്നെ സഫാരിയുടെ ബുക്കും പേപ്പർ ഇതിൽ കിട്ടിയിട്ടില്ല. അതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ കളറും സംഭവങ്ങളൊക്കെ മാറ്റാൻ പരിപാടിയുണ്ട് അല്ലേ. അതായത് നമ്മുടെ ബെൻസ് അതേ സ്ഥലത്ത് തന്നെയാണ് കൊടുക്കുന്നത്. ബെൻസ് പക്ഷേ ഇതുവരെ ശരിയായിട്ടില്ല. അതിൻ്റെ ഒരു AC യുടെ പ്രശ്നം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോകും. എന്നിട്ട് ഞങ്ങൾ 30-ാം തീയതി 31-ാം തീയതിയോടുകൂടി ഇങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ടാണ് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ചെയ്യുന്നത്. സത്യം കേട്ടോ. നമ്മുടെ AC-യും സാധനങ്ങളും സംവിധാനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനും വേണം നമുക്ക് എന്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അതായത് നമ്മുടെ ഫ്രണ്ട് ക്യാമിൽ കയറ്റാൻ വേണ്ടി. അതേ സമയത്ത് ഷനുബുക്ക ഹായ് ഹായ് കരളേ കൈസ്. ഇവിടെ ഇനിയിപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാണ്ട്, എഡിറ്റിങ്ങും പരിപാടി ഓരോന്നും തീർക്കണം കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെയാണ് ഞങ്ങൾ ഫോണും സംഭവങ്ങളൊക്കെ കുത്തിവെക്കുന്നതും പരിപാടിയൊക്കെ എല്ലാ സംഭവങ്ങളും. ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ക്രിസ്മസ് ഓണം ബമ്പറാണ്. ഞാൻ ഇത് അറിഞ്ഞില്ല കേട്ടോ. ഷനുബുക്ക നിങ്ങളെടുത്തില്ലേ, നിങ്ങളെടുത്തെന്ന് അറിഞ്ഞപ്പം ആ മുഹൂർത്തത്തിൽ കിട്ടിയില്ല. എത്ര? 2000 കേക്ക്. ഞാനത് കേട്ടിട്ട് അവസാന മുഹൂർത്തത്തിൽ പോയിട്ട് ഒരു പുള്ളിയുടെ കീച്ചി സാധനം ഇരിക്കും. 3 കടയിൽ പോയി ചോദിച്ചു, അപ്പൊ ഇല്ല. അവസാനം ഒരു പുള്ളിയുടെ കീശ ഇരിക്കും. അപ്പം പുള്ളി പറഞ്ഞു ഭാഗ്യം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനത് വിശ്വസിച്ചു. ഇത് വിളിച്ച് പറയണ്ട ടിക്കറ്റ് എടുത്തത് ഞങ്ങളോട് നജീബ് എന്നാ പറഞ്ഞറിയാവോ, നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, അത് ഞങ്ങൾ കണ്ടാൽ മിണ്ടോ നിങ്ങൾ ആ വഴിയൊക്കെ പോകും. അപ്പൊ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾക്ക് അടിച്ചാലോ, ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. കൂട്ടുകാരാ അല്ലേ. ഒന്നും കിട്ടില്ല കേട്ടോ. വെറുതെ 400 500 എത്രയാണ്? 500 എത്രക്കാ? ഇത് 400 രൂപ. ഇതിൽ ലോട്ടറി കിട്ടി കഴിഞ്ഞാലേ ഇന്നത്തെ ചർച്ച ചെയ്യാൻ നിൽക്കൂ. അതെ ശരി. ശരിട്ടോ, എനിക്ക് നീ ഒന്നും തന്നില്ലല്ലോ അല്ലേ. നീ ഇപ്പൊ ഇന്ന് 20 കോടി അടിച്ചു നോക്കി. നീ നമ്മളെ പുതിയ പ്രോജക്ടിന് വേണ്ടി നിൽക്കൂ. നീ പറയും അതെ വിട്ടോട്ടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധനം അടിച്ചില്ല. ഇപ്പൊ എനിക്ക് ഈ കാണുന്ന ഇവിടെ വെച്ച് കുറച്ച് എഡിറ്റിംഗും പരിപാടി ഉണ്ട്. അത് തീർത്ത് കയറ്റുപോട്ടെ. അതിന് ശേഷം ബാക്കി പരിപാടി കേട്ടോ. ഇനിയിപ്പം ആ കഥയും കൊണ്ട് നേരെ ഫുക്രൂൻ്റെ അടുത്ത് പോകണം. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് പരിപാടി, അതിന്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ 30-ാം തീയതി ഒക്കെ വരത്തുള്ളൂ. അവനും പോകും നാട്ടിലേക്ക്, കൊല്ലത്തേക്ക് അവനും പോകും. അപ്പം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് 2-3 സാധനം മേടിക്കുന്നുണ്ട്. എൻ്റെ ബെൻസിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് ഇന്ന് എടുക്കും, അല്ലെങ്കിൽ നാളെ പോയി എടുക്കും. സാധനം എന്താണെന്നറിയാമോ? എന്താന്ന് എനിക്കറിയത്തില്ല, ഒന്ന് പറഞ്ഞാലേ നല്ലതായിരിക്കും. ഓ ഗൈസ് നോക്കൂ, നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫയലുകളെല്ലാം ഞാൻ നമ്മുടെ ഫോണിൽ നിന്ന് എയർ ഡ്രോപ്പ് ചെയ്ത് ഇത് കൊണ്ടുവന്നു. ഇത് ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ഏറ്റവും മിനിമലായിട്ടുള്ള iMovie എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. ഇത് ഫ്രീ ആണ്, നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ വലിയ റിസ്ക് ഒക്കെ ഉള്ള പരിപാടിയാണ് ഞാൻ ഡാവിഞ്ചിയും ഫ്രീ ആണ്, അതിന് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഉള്ളത് ഫൈനൽ കട്ട്, പ്രീമിയർ പ്രോ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഫൈനൽ കട്ടിന് മൊത്തം ടോട്ടൽ ലൈസൻസിന് 30,000 അടുത്ത് ഇങ്ങനെയാണ്. ഡാവിഞ്ചി അടിപൊളിയാണ്. ഡാവിഞ്ചിക്കകത്ത് ഞാൻ ഡാവിഞ്ചി കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഡാവിഞ്ചിക്കകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, അതായത് കളർ ഗ്രേഡിങ് അത്യാവശ്യം സെറ്റപ്പൊക്കെ ഡാവിഞ്ചിക്കകത്ത് കിട്ടും കേട്ടോ. അതായത് ഡാവിഞ്ചി കൊള്ളാം. അതായത് ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും കളറൊക്കെ ചെയ്യാൻ വേണ്ടി ഡാവിഞ്ചിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പാവപ്പെട്ടവന് ഉപയോഗിക്കുന്ന ഈ കണ്ടോ ഈ സാധനം, ഇതങ്ങ് കുത്തി തുറന്നു കഴിഞ്ഞാൽ ഇതേ നമ്മൾ എഡിറ്റ് ചെയ്ത ഫയലുകൾ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. നേരെ ഇതെടുക്കുന്നു, പടപടാന്നുള്ളൊരു ഭയങ്കര സിമ്പിളാണ്. വലിയ കോംപ്ലിക്കേഷനോ സംഭവങ്ങളൊന്നുമില്ല. ആകെ ഇത് ഡാവിഞ്ചി. ഇതുണ്ട്, ആകെ ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന എഡിറ്റർ എന്ന് പറഞ്ഞ iMovie, ഇതാണ് ഏറ്റവും സിമ്പിളും നല്ല ഔട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇറങ്ങാൻ നേരത്തെ ഒരു 6-7-8 GB ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് GB കുറച്ചൊക്കെ നമുക്ക് സംഭവം നമുക്കൊരു 2.18 GB ഒക്കെ നമുക്ക് യാത്ര സമയത്ത് സേഫായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ സമയങ്ങളൊക്കെ പണിയായിട്ട് ഇതാ ഈ കാണുന്നതാണ് ഡാവിഞ്ചി എന്ന് പറഞ്ഞ സാധനം. ഈ ഡാവിഞ്ചിയും അത്യാവശ്യം കുഴപ്പമില്ല സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കളർ ഗ്രേഡിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ കാണുന്ന സാധനമാണ്. നേരെ എടുക്കുന്നു, പടപടാന്ന് പറഞ്ഞ് നമ്മൾ ഓരോ സാധനം ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്നു, എല്ലാം പടപടാന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് എടുക്കുന്നു. പെട്ടെന്ന് പരിപാടി തീരുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ പെട്ടെന്ന് പരിപാടി തീരുന്നൊരു പരിപാടിയായിട്ട്. ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് ഫയലെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞുണ്ടോ. എല്ലാ ഫയലും പടേന്ന് പറഞ്ഞ് വന്നില്ലേ. ഇതുണ്ടോ എല്ലാ ഫയലും പടയെന്നും പറഞ്ഞ് ഇതിൻ്റെ അകത്തിട്ട് വരും. അതുകൊണ്ട് ഇതുണ്ടോ ഇവിടെ നിന്ന് ഇതെല്ലാം കൂടെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ വീഡിയോ റെഡിയായി. വീഡിയോ റെഡി ആയില്ലോ. വലിച്ചു മാറിപ്പോയി കേട്ടോ. ഇതുണ്ടോ ഇത്രയുള്ള പരിപാടി. ആരെങ്കിലൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂട്യൂബിലൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിക്കുക. വലിയ കോംപ്ലിക്കേഷൻ സാധനമൊന്നുമില്ല. നമ്മൾ വിചാരിക്കേണ്ട കാര്യം, നമുക്ക് എഡിറ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു സാധനമാണ് വേണ്ടത്. നമ്മുടെ കഴിവാണ് എഡിറ്റിൻ്റെ ഉള്ള റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കഴിവാണ്. അതിന് നമുക്ക് പ്രീമിയർ പ്രോയോ അല്ലെങ്കിൽ ഫൈനൽ കട്ടൊന്നും വേണമെന്നൊന്നുമില്ല. നമ്മളുള്ള സാധനം കൊണ്ട് നല്ല സെറ്റപ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഈ മ്യൂസിക് എവിടുന്നാന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് മാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു സെക്കൻഡ്. നമ്മൾ മ്യൂസിക് എടുക്കുന്നത് ഇതുണ്ടോ ഈ കാണുന്ന സാധനത്തിൽ നിന്നാണ്. മോഷൻ അറേ
ഏതാണ്ട് 16,000 രൂപയാണ് ഈ സാധനത്തിന്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ആനിമേഷനും മ്യൂസിക്കുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു വർഷത്തേക്ക് 16,000 രൂപ. ഇതിൻ്റെ ഒരു വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊറ്റ വിഷയമുള്ളൂ, ഇത് നമ്മളെപ്പോൾ ഇതിൻ്റെ പാട്ടിട്ടാലും നമുക്ക് പിന്നെ ഇത് ക്ലെയിം വരും. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് പിന്നെ സർട്ടിഫിക്കറ്റ്, അതായത് ഇതിൻ്റെ അകത്ത് ലൈസൻസ് എടുത്ത് നമ്മളെപ്പോഴും കൊണ്ടുപോയി അതിൻ്റെ അകത്ത് ഇട്ട്, അതായത് യൂട്യൂബിലിട്ട് ഇത് ചെയ്യേണ്ടി വരും. പക്ഷേ പിന്നെ വേറെ എപ്പിഡമിക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനൊന്നും അത് വരികയല്ല, അത് ലിങ്ക്ഡാണ്. ഇതിന് പക്ഷേ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്ത് തീർക്കട്ടെ. ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കേട്ടോ. ഞാൻ ആദ്യം ഇതിലൊന്നും അല്ല എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ആദ്യത്തെ എഡിറ്റിങ് ഇത് പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെ ആയിരുന്നു. അല്ല, ഇത് iMovieയിലായിരുന്നു കേട്ടോ. ആ iMovie തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ഇതിലേക്ക് വന്നത്, ഇതാകുമ്പോൾ കുറച്ചും കൂടെ സ്പീഡാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഫോണിൽ നിന്ന് മാറി ഇതിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വീഡിയോകളൊന്നും ഈ ഫോണിൽ 250 GB ഉള്ളതുകൊണ്ട് ഓവർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയല്ല. അപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടും ഫയൽ മിക്സ് ആവും. ഇതാകുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞത് വളരെ സത്യമാണ്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഫോണിലാണ് കണ്ടോ, ഈ ഫോണിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇതാണ്. ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്യാൻ നേരത്തെ ഇതാണ് വിഷയം. അതായത് സ്പേസ് പെട്ടെന്ന് പോയിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോ പകുതിയെന്ന് വെച്ച് കട്ടായി പോട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതായത് ഇതിൻ്റെ അകത്താകുമ്പോൾ അങ്ങനത്തെ വിഷയം വരില്ല. ഇതിൻ്റെ അകത്ത് ഫയൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ വിഷയം വരില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തും ഡിലീറ്റ് ചെയ്ത് കളയാം. അത് ഇങ്ങനെ ഒരു വിഷയം വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സാധനം മേടിച്ചേട്ടോ. അല്ലാതെ ഇത് മേടിക്കായിരുന്നു. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 13 ഇത് 14. ഒരു വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടെന്ന് നോക്കിയാൽ ഈ കച്ചാടിക്ക അങ്ങോട്ട് ഇങ്ങനെ മേളിലോട്ട് ഇട്ടിട്ട് വലിയ വണ്ടി ചെറിയ വണ്ടിയൊക്കെ സിമ്പിൾ ആയിട്ട് ഇടാൻ കേട്ടോ. പൊക്കത്തിന്റെ ഒരു വിഷയം കാരണം. നിനക്ക് എന്താണ് നിനക്ക് പറയാനുള്ളത്? ആണോ? ഈ വണ്ടിയുടെ ഫ്രണ്ട് കാണിച്ചിട്ട് ഫൈനൽ ഔട്ട്. എനിക്ക് തുണി വക്കി പോകാനാ ശീലം. ഇതാണ് എന്റെ ഫ്രണ്ട്. ഇക്ക നോക്ക കേട്ടോ, പോയിട്ടാ ഇതന്നെ കേട്ടോ സാധനം. ആ ഇട് സമയങ്ങളിൽ ഇട്. ചേട്ടന്മാര് പറന്നാട്ടോ നിക്കുന്നേ. ആ സാധനം മേലോട്ട് കയറ്റിവിട്ട് നമ്മളെ പരിപാടി തിരിക്കും. ഗൈസ് നോക്കൂ, അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ ട്രാവലർ അങ്ങനെ പണിതിറങ്ങിയിരിക്കുകയാണ്. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ഗൈസ് നോക്കൂ, അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഫ്രണ്ട് ട്രാവലർ ഇറക്കി നിൽക്കുകയാണ്. അതായത് ഇതാണ് സംഭവം. അതായത് ഈ കാണുന്ന ഈ സംഭവം ഫുള്ള് ഇക്ക ഇവിടുന്ന് ഡിസൈൻ ചെയ്ത് ഇതിന്റെ മോൾഡൊക്കെ എടുത്ത് ഒരു പുതിയ ട്രാവലിന്റെ ഫ്രണ്ട്. അതായത് BS6 വണ്ടിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. BS4 വരെ ഫ്രണ്ട് ഒതുങ്ങിയതല്ലായിരുന്നു. അതായത് ഫ്രണ്ട് ഇച്ചിരി അങ്ങോട്ട് വിരിഞ്ഞ ഫ്രണ്ടായിരുന്നു. പക്ഷെ BS6 വന്നപ്പം ഫ്രണ്ട് ഒരുമാതിരി ഒതുങ്ങിപ്പോയി. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഈ ഫ്രണ്ട്. കാരണം ഈ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഒട്ടുക്കത്തെ ലുക്കാട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല കിടിലൻ ലിപ്പ്. ഈ ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വീതി, അതായത് തുടക്കം മുതൽ എൻഡ് വരെ ഉണ്ട് സാധനം. പിന്നെ അതേപോലെ ഇതിന്റെ ബമ്പർ എന്ന് പറഞ്ഞാൽ ഒരു കിടിലം ബമ്പർ കേട്ടോ. കണ്ടോ, ഒരു പ്രത്യേക ഒരു എയർ വിൻഡ് അല്ലേ? ആ ഗൈസ് നോക്കുക, ഒരു പ്രത്യേക എയർ വിൻഡും സംഭവങ്ങളൊക്കെ ഉള്ള സംവിധാനം അല്ലേ, കോയാക്കുട്ടി. ആ ഗൈസ് ഇവിടെ 2 ലൈറ്റ് സംഭവങ്ങളൊക്കെ കൊടുത്ത് സൈനൂസിനുള്ള ആ ഒരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചു. ഗ്രില്ല കേട്ടോ, മെയിൻ സെറ്റപ്പ് ഇതുണ്ടോ, ഗ്രില്ല് നല്ല കിടിലൻ ഗ്രില്ല്. പിന്നെ നമ്മുടെ വണ്ടിയിലൊക്കെ ഉള്ള പോലത്തെ സൈനൂസിന്റെ ലോഗോ അല്ലേ. ആ ഗൈസ് നോക്കുക, ഒരു പ്രത്യേക കിടിലൻ വണ്ടിയാണ്. അതായത് ഇതിന് പുതിയ ഫോർച്യൂണർ മിറർ അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ബേസിക് സ്റ്റാൻഡേർഡിൽ, അതായത് കസ്റ്റമർ ഇങ്ങനെ മതിയായിരുന്നു. അപ്പൊ ആ രീതിയിലാണ് ഈ വണ്ടി പണിതാക്കുന്നത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമൽ സെറ്റപ്പിൽ ആ ട്രാവലിന്റെ സ്റ്റാൻഡേർഡ് നിലനിർത്തി പണിതൊരു വണ്ടിയാണ്. അതേപോലെ തന്നെ ഇതുണ്ടോ, ഈ കാണുന്ന ഇവിടെയൊക്കെ റൂഫ് റെയിലും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലേ അല്ലേ? ഇതിന്റെ ഫ്രണ്ട് ആട്ടോ അടിപൊളി. ആർക്കെങ്കിലും ഇതേപോലെ വണ്ടി പണിയണമെങ്കിൽ തീർച്ചയായിട്ടും നജീബിക്കാനെ വിളിച്ചാൽ മതി. നജീബിക്ക എല്ലാ സഹായങ്ങളും സംഭവങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. അതായത് ഇതൊരു മിനിമൽ സെറ്റപ്പ് പണിതാണ്. കസ്റ്റമറിന്റെ ഇത് അങ്ങനെ ആയിരുന്നു അല്ലേ? ഭയങ്കരമായിട്ടുള്ള ഓവർ സെറ്റപ്പും താല്പര്യമില്ല, പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. അല്ലേ? ഓക്കെ നോക്കൂ, ഞാൻ ഇതിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സംഭവം അറിയാം, പുറം കാണുന്നല്ല, ഉള്ളു വിശാലമായിട്ട് പണിത് വെച്ചേക്കുക അല്ലേ? ഇതൊക്കെ വെച്ചിട്ടാ നമ്മുടെ റീവാമ്പ് എന്നുള്ള സെറ്റപ്പും സംഭവങ്ങളൊക്കെ വെച്ച് അല്ലേ? ആദ്യമായിട്ട് ഈ വണ്ടിയിലാണ് വെക്കണേ അല്ലേ? ഇതിന്റെ ബേക്ക് എന്നൊക്കെ പറഞ്ഞ പക്ക സ്റ്റാൻഡേർഡ് ആയിട്ട് ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഇനി ഞങ്ങളുടെ വണ്ടി ഫിറ്റ് ചെയ്യാൻ പോകുന്ന സാധനമായിട്ട് ഈ കാണുന്ന ഒരു സ്റ്റീലിന്റെ പൈപ്പ്. ഇതിന്റെ എല്ലാ ഭാഗത്തും ഈ കാണുന്ന സ്റ്റീലിന്റെ പൈപ്പ് കണ്ടുണ്ട്. അതായത് തന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം നമ്മുടെ വണ്ടി തട്ടുന്നതെന്നൊക്കെ ഭയങ്കര ഇത് കിട്ടും. അതായത് ബോഡിയെ കൂടുതൽ പ്രൊട്ടക്ഷൻ ചെയ്യും അല്ലേ? ആ ഗൈസ് നോക്കി, ഇനി ഫ്രണ്ടിലേക്ക് വരാൻ നേരത്ത് കാണുന്ന ട്രാവലിന്റെ ഉള്ളിലേക്ക് വരാൻ നേരത്തുണ്ടോ ഇവിടെ ഒരു കിടിലൻ ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ സ്വിച്ച് ഏതാ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. അതെ, ഇതിലേതോ ഒന്നാ ഇതുണ്ട്. ഒരു കിടിലൻ ആൻഡ്രോയിഡ് സെറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ USB അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളും സെറ്റ് ഇട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു വുഡിന്റെ ഡിസൈന്. പിന്നെ ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് ഈ ഒരു ഡാഷ്ബോർഡും സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇതുണ്ടോ. ഇതിന്റെ ഇവിടെയൊക്കെ ഒരു പ്രത്യേക ഫോഴ്സിന്റെ ഇതിലൊക്കെ ഒരു വുഡിന്റെ സംഭവമൊക്കെ വന്നു. ഫുൾ അടിപൊളി ഇതുണ്ടോ. പിന്നെ ഈ വണ്ടി ജിങ്കി അല്ല JTKയോ എന്ന് പറഞ്ഞ AC ആണ്. ഇവിടെ സിസ്റ്റം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 32 ഇഞ്ച് TV അതുപോലെ
അതുപോലെ സംഭവം ബേക്കിൽ ഒരു ചെണ്ടയുണ്ട് അല്ലേ. ഗൈസ് 4 സ്പീക്കർ, ഫുൾ AC ആണ്. കണ്ടോ ആംബിയൻ ലൈറ്റ് സംഭവങ്ങളൊക്കെ. ഇത് കണ്ടോ ഇവിടെയൊക്കെ അതിന്റെ സെറ്റപ്പും കാര്യങ്ങൾ, ചാർജർ അതുപോലെ സംഭവം അല്ലേ. അത് കണ്ടോ സീറ്റ് എന്നൊക്കെ പറഞ്ഞ നല്ല കിട്ടിയില്ല ലെതർ ടച്ചോടുള്ള സീറ്റും സെറ്റപ്പാണ്. ഇവിടെയൊക്കെ AC വിൻഡ് അതുപോലെ സംഭവങ്ങൾ. ഇത് കണ്ടോ ലൈറ്റിംഗ് ഉണ്ടോ, ലൈറ്റിംഗ് ആട്ടോ അടിപൊളി, നല്ല തീർ ആംബിയൻ ലൈറ്റും സംഭവങ്ങളും സംഭവമൊക്കെ ആയിട്ട്. ഇതുണ്ടോ എന്ത് സെറ്റപ്പാന്ന് നോക്കിയേ. ഗൈസ് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓടിപ്പോന്നു. നല്ല സ്പേസ് ആട്ടോ, അതായത് കൺജസ്റ്റഡ് അല്ല, നല്ല സ്പേസ് ഉള്ള നല്ല അടിപൊളി സെറ്റ്. ഇതുണ്ടോ ഇവിടെയൊക്കെ പ്രത്യേക ലുക്കും സംഭവങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടി കിട്ടില്ല കേട്ടോ. എന്നാടാ അതിനാ അല്ലേ. ഗൈസ് സംഭവം കലക്കിട്ടോ. ഓ ഗൈസ് നോക്കൂ, ആരെങ്കിലും ഇത് ഡിജയുടെ മൈക്ക് ആദ്യത്തെ മോഡൽ കേട്ടോ. ഈ കാണുന്ന സാധനത്തില് ഈ കാണുന്ന ഒരു റിസീവർ കംപ്ലൈന്റ് ആട്ടോ. ഇത് ഓൺ ആവും, കുറച്ച് MB സാധനം ഓഫ് ആയി പറ്റും. നേരത്തെ ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, തുറന്നൊക്കെ വർക്ക് ചെയ്യായിരുന്നു. ഇതിനെന്തോ മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതന്ന് ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പം കടൽ വെള്ളം ഇതിൽ വീണപ്പം മുതൽ സംഭവിച്ചാണ് ഈ പ്രശ്നങ്ങൾ. ഒരു റിസീവർ അന്ന് മുതൽ കംപ്ലൈൻ്റ് ആവുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് അപ്ഡേഷനൊക്കെ ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും രക്ഷയില്ല. ഇത് ശരിയാക്കുന്ന ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ആരിലുണ്ട്, ഡിജെ മൈക്ക് ശരിയാക്കുന്ന ആരിലുണ്ടെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യണം. കാരണം വെച്ചാൽ ഇതിപ്പം ഇതിൻ്റെ പിന്നെ വാറണ്ടി കാർഡ് കഴിഞ്ഞാണ്. പക്ഷേ ഇതിനിപ്പോൾ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ഡൽഹി കൊടുത്തിട്ട് ഈ സാധനം സർവീസ് ചെയ്ത് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനെ ഡൽഹിയിൽ അയച്ചു കൊടുക്കുമ്പോൾ നല്ല ദിവസം വരും. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇല്ല പിന്നെ ഞങ്ങൾ അടുത്ത പ്രാവശ്യം കഴിഞ്ഞ് ഡൽഹി പോകുന്ന നേരത്ത് അവിടെ നോക്കേണ്ടി വരും കേട്ടോ. ആരെങ്കിലും ഇത് സർവീസ് ചെയ്യുന്ന ഡിജെ ഡി മൈക്ക് സർവീസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പറയണം കേട്ടോ. കാരണം ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു റിസീവർ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആയി പോകും കേട്ടോ. അതായത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫ് ആയി പോകും. ഒരു മൈക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പം കുതാകതയായി. അപ്പോൾ ആരെങ്കിലും ഉണ്ടല്ലോ ഒന്ന് പറയണം. ഈ കാണുന്ന നമ്പർ കൊടുത്തേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇത് അയച്ചു തരാം, എന്നിട്ടൊന്ന് ശരിയാക്കി തന്നാൽ മതി കേട്ടോ.